ഹലോ, എൻ്റെ പേര് സൗമ്യ. ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ എൻ്റെ ഭജനയിരിപ്പ്. ഞാൻ ഈ ഭജന ഇരുന്നതിനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഒരു സിനിമയിൽ കൂടെയാണ് കേട്ടോ. നഖക്ഷതങ്ങൾ എന്ന് പറഞ്ഞൊരു പണ്ടത്തെ മലയാളം സിനിമയിൽ കവിയൂർ പൊന്നമ്മ പോയി 41 ദിവസം ഭജന ഇരിക്കുന്നുണ്ട് ഗുരുവായൂർ. അങ്ങനെയാണ് ഞാൻ ഈ ഭജനയിരിപ്പ് എന്താണെന്ന് എനിക്ക് കുഞ്ഞിനെ എൻ്റെ അമ്മ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാകാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകാൻ കുറച്ച് സമയമൊക്കെ എടുത്തപ്പോഴത്തേനും ഒരു ആൻറ്റി പറഞ്ഞാണ് ഗുരുവായൂരപ്പനെ പോയി ഭജിച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് സാധിക്കും, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുന്നു. ഞാൻ കുഞ്ഞിലേ മുതലേ വളരെ വലിയൊരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ അന്ന് അത് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയ ഉടൻ തന്നെ പോയി ഭജന ഇരിക്കാം. അത് ഉടനെ ഒന്നും നടന്നില്ല. മോന് 10 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഭജന ഇരിക്കാൻ പോയത്. അത് 3 ദിവസത്തെ ഭജന ഇരിപ്പായിരുന്നു. അന്ന് തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ്. കാര്യം ഓരോ ദിവസവും ഗുരുവായൂരപ്പൻ അങ്ങനെ ഓരോരോ ആശ്ചര്യങ്ങൾ ഇങ്ങനെ തരുമായിരുന്നു. നമുക്കിങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മളങ്ങ് സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂരപ്പൻ. അതിപ്പോൾ എപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഭജന ഇരുന്നപ്പോൾ നമ്മളെപ്പോഴും ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും നടക്കുകയാണ്, ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കത് കുറച്ചും കൂടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും ആ ഒരു ഫീലിംഗ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഭജന ഇരിക്കുന്നതിൻ്റെ എങ്ങനെയാണ് സൗമ്യ ഭജന ഇരിക്കുന്നത് എന്നുള്ളത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഭജന ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ മാസം പോയി ഞാൻ ഒരു ദിവസത്തെ ഭജനയായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണനെ കാണണം, ഗുരുവായൂരപ്പനെ കാണണം എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഓടിപ്പോയി കാണാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ഭജന ഇരിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഒരു ഫുൾ ഡേ അവിടെ പോയി ഇരിക്കും. പക്ഷെ അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥന, നമ്മളിപ്പോൾ എല്ലാ പൂജകളും തൊഴണം എന്നൊക്കെയാണ് പറയാറുള്ളത് ഭജന ഇരിക്കുമ്പോൾ. അതൊന്നും ഒരിക്കലും നടക്കാറില്ല. കാര്യം ഇപ്പോഴത്തെ തിരക്കിലും ക്യൂവിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാ പൂജകളും ഒന്നും തൊഴാനൊന്നും പറ്റില്ല. അത് പക്ഷെ പണ്ട് നടക്കുമായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പം അത് പറ്റാറില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് ഉള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിർമ്മാല്യ ദർശനമാണ് തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ തലേന്ന് തന്നെ ഇപ്പം നിങ്ങൾ ക്യൂവിൽ നിന്നാണ് നിർമ്മാല്യ ദർശനം തൊഴാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ പോയി ക്യൂവിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ പേര് അങ്ങനെ ക്യൂവിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബാംഗ്ലൂരാണ് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് പോയി കഴിയുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും, ഒരു ഫുൾ ഡേ ജേർണി അതിനൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം യൂഷ്വലി ഞാൻ ക്യൂ നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തീരെ വയ്യാനായിട്ട് ഞാൻ 2 മണിക്ക് പോയി 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് എനിക്ക് നിർമ്മാല്യ ദർശനം കിട്ടിയത്. അപ്പോൾ 2 മണിക്ക് തന്നെ പോയി, നിങ്ങളിപ്പോൾ ടിക്കറ്റ് വഴിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 മണിക്ക് അവിടെ ഭഗവതിയുടെ അവിടുത്തെ ഒരു എൻട്രൻസിൽ പോയി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നിർമ്മാല്യ ദർശനത്തിൻ്റെ ടോക്കണായിട്ട് കിട്ടും. പോയി ക്യൂവിൽ നിൽക്കുക. ഇങ്ങനെ നമുക്ക് നിർമ്മാല്യ ദർശനം തൊഴാൻ പറ്റും. നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് തലേന്ന് രാത്രി കൃഷ്ണനെ എങ്ങനെയാണോ ഒരുക്കിയിരുന്നത് അത് തന്നെ പിറ്റേന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ താമരക്കണ്ണനായിട്ടായിരുന്നു കൃഷ്ണൻ്റെ അവതാരം. അപ്പോൾ അത് തന്നെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ 3 തൊട്ട് 3:20 വരെയൊക്കെയാണ് നിർമ്മാല്യ ദർശനം. അത് കഴിഞ്ഞ് വാഗച്ചാർത്ത്, അഭിഷേകം, അങ്ങനെ കുറേ പൂജകളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൃഷ്ണനെ അന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. താമരക്കണ്ണനായിട്ട് നമ്മൾ ഭിത്തിയിൽ കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും കൃഷ്ണനെ അങ്ങനെ അവതാരമായിട്ട് അങ്ങനെ ഒരു അലങ്കരിച്ച് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഗണപതിയും ബാക്കിലത്തെ ആനന്ദശയനം, ഹനുമാൻ അവിടെയൊക്കെ തൊഴുത് ഞാൻ കുറച്ച് നേരമൊക്കെ ഭജിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ പതുക്കെ കേട്ടോ പോയത്. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അഭിഷേകം സമയമായപ്പം എനിക്ക് ചുറ്റമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കാൻ പറ്റി. കുറച്ച് അഭിഷേകത്തിൻ്റെ തീർത്ഥം കിട്ടി. അങ്ങനെ ആ ഒരു ഭാഗ്യം അപ്പം തന്നെ കൃഷ്ണ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന തീർത്ഥം എനിക്ക് കിട്ടാൻ പറ്റി. അപ്പം അത് കിട്ടണമെന്നില്ല. നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു 4-4:15 ആകുമ്പോഴത്തേനും നമ്മൾ ചന്ദനം തരണതിൻ്റെ അവിടെ പോയാൽ തീർത്ഥം കിട്ടും. കൃഷ്ണനെ യൂസ് ചെയ്ത തീർത്ഥവും കിട്ടും, ചന്ദനവും കിട്ടും, ഒരു എണ്ണയും തരും. അപ്പോൾ അതൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി പറഞ്ഞതാണ്, അതും എൻ്റെ അമ്മയും കൂടെ ഭജന ഇരിക്കാൻ പോകുമ്പോഴൊക്കെ മലർ നിവേദ്യം അതാണ് ആദ്യം കഴിക്കാറുണ്ട്.
എനിക്കിതൊക്കെ പറഞ്ഞു കേട്ട കേൾവിയാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു തലേന്ന് തന്നെ ചീട്ടാക്കണം, അല്ലാതെ അന്ന് രാവിലെ ചീട്ടാക്കിയാൽ മലർ നിവേദ്യം കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മലർ നിവേദ്യം വെച്ച് രാവിലെ അത് തന്നെയാണ് രാവിലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് വൈകിട്ട് എത്തുമ്പോൾ തന്നെ പോയി മലർ നിവേദ്യത്തിൻ്റെ ചീട്ടാക്കുക. ഞാനത് ചെയ്തില്ലായിരുന്നു. ഞാൻ പഞ്ചസാര നിവേദ്യം വാങ്ങിച്ചിട്ട് രാവിലെ ആ ഒരു പഴം മാത്രമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. പക്ഷെ ബേസിക്കലി അത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ആ ഒരു ഫുൾ ദിവസം എനിക്ക് കൃഷ്ണന് വേണ്ടി മാറ്റി വയ്ക്കുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക, കൃഷ്ണനെ മാത്രം ആലോചിച്ചിരിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാര്യം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഭജിക്കുമ്പോൾ നമുക്കൊരു അരമണിക്കൂറോ ഒക്കെ അല്ലേ പറ്റാറുള്ളൂ. അപ്പോൾ ഇത് കൃഷ്ണനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ്. എൻ്റെ മക്കളെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ കമ്പനിയെക്കുറിച്ചോ ഒന്നും ഞാൻ ഒന്നും ആലോചിക്കാറില്ല. ഞാൻ ഫുൾ ഡേ കൃഷ്ണനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കും. അപ്പം ചുറ്റി തൊഴുക, ഭഗവതിയുടെ അവിടെ തൊഴുക, അയ്യപ്പൻ്റെ അവിടെ തൊഴുക, അവിടെയൊക്കെ തൊഴുതിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിലിരുന്ന് ഞാൻ യൂഷ്വലി നാരായണിയോ അല്ലെങ്കിൽ കൊച്ചു ഭഗവത്ഗീതയല്ലേ, അത് രണ്ടുമാണ് യൂഷ്വലി കൊണ്ടുപോകാറ്. ഞാൻ എപ്പോഴും നാരായണിയും ഫുള്ള് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അർത്ഥസഹിതം വായിക്കാൻ പറ്റില്ല, അതിനുള്ള സമയം യൂഷ്വലി കിട്ടാറില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞൊരു ബുക്കുണ്ട്, അത് സ്തോത്രങ്ങൾ മാത്രമുള്ളത് വായിക്കും. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് കുറച്ചും കൂടെ ഞാൻ സംസ്കൃതത്തിലെ എക്സ്പേർട്ടൊന്നും അല്ല, അപ്പോൾ എനിക്കത് മനസ്സിലാവില്ല. നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്നല്ലാണ്ട് അത് മനസ്സിലാക്കി നമുക്ക് കൃഷ്ണനെ ഒന്ന് ഭജിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നാരായണീയത്തിൻ്റെ ശരിക്കുള്ള ബുക്ക് തന്നെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ ഓരോ സ്തോത്രമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എനിക്ക് അപ്പോൾ ധ്യാനിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ രാവിലെ 6:30 ആകുമ്പോഴല്ലേ ശീവേലി ഉള്ളത്, അതിൽ കൂടെ പോയി തൊഴുക, ചുറ്റും തൊഴുക. ആ സമയത്ത് അവരുടെ കൂടെ പാടി തൊഴുന്നതും ഒരു അനുഭവമാണ്. കൃഷ്ണനെ ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് കയറ്റി അതിൻ്റെ ചുറ്റും തൊഴുന്നതും ഒരു നല്ല അനുഭവമാണ്. വിഷ്ണു സഹസ്രനാമം എപ്പോഴും വായിക്കുക. ഞാൻ ഒരു പ്രാവശ്യമൊന്നുമല്ല കേട്ടോ, ഒരു 7-9 പ്രാവശ്യമൊക്കെ വിഷ്ണു സഹസ്രനാമം വായിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് കാണണം. അപ്പം ഞാൻ പിന്നെയും പോയി ക്യൂവിൽ നിന്ന് എത്ര മണിക്കൂറാണെങ്കിലും, ഇപ്പം 4 മണിക്കൂറാണെങ്കിലും ക്യൂവിലൊക്കെ നിന്ന് എനിക്ക് കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഭജന ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം തരുന്നത്. അപ്പം നമ്മൾ ആ ക്യൂവിൽ നിൽക്കുമ്പോഴും അമ്പലത്തിൻ്റെ അകത്ത് നിൽക്കണം എന്നൊക്കെയാണ് ഭജന ഇരിക്കുമ്പോൾ. പക്ഷെ ഞാൻ എനിക്ക് കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ ക്യൂവിൽ കയറി നിൽക്കും. എന്നിട്ട് ഞാൻ പക്ഷേ ഫുൾ ടൈം ഭജിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഫുൾ ടൈം നാരായണീയ ബുക്കുണ്ട്, സഹസ്രനാമമുണ്ട്, കയ്യിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കും. ഇനി ചിലപ്പം എനിക്ക് തോന്നാറുണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ കൃഷ്ണനായിട്ട് പറഞ്ഞു വിടുന്ന ചില ആളുകളായിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുക. അപ്പം ഇപ്രാവശ്യം ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾ മുകളിൽ നോക്കിയിട്ടുണ്ടോ, നവഗ്രഹങ്ങളുണ്ട്, കേർണീൻ്റെ മുകളിൽ നോക്കിയിട്ടുണ്ടോ, നവഗ്രഹങ്ങളുണ്ട്, ഭിത്തിയിൽ നോക്കിയിട്ടുണ്ടോ, അവിടെ ഒരു താമരക്കണ്ണനുണ്ട്, ഈ സൈഡ് കൃഷ്ണന് താമരയിൽ മുട്ടിലിരിക്കുന്ന ഒരു പ്രതിമയുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ ചേച്ചി പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കൃഷ്ണനായിട്ട് പറഞ്ഞു വിടുന്ന ചില ആളുകളായിരിക്കും നമ്മുടെ അടുത്തിരുന്ന് ഒരു സംഭാഷണം തുടങ്ങുക. അതും കൃഷ്ണൻ തരുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് അലങ്കാരം കാണാൻ പറ്റി. എനിക്കൊന്ന് 5-6 മണിക്കുള്ള കൃഷ്ണൻ ഓടക്കുഴലായിട്ട് നിൽക്കുന്നതും അങ്ങനെ ഉഷപൂജ കഴിഞ്ഞുള്ള കൃഷ്ണൻ്റെ രൂപമൊക്കെ എനിക്ക് പ്രാവശ്യം കാണാൻ പറ്റി. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണൻ നമുക്കൊരു നല്ലൊരു അനുഭവം തരാറുണ്ട്. ഇതിനു മുന്നേ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. ഞാനിപ്പോൾ നാരായണിയാണ് വായിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഗജാനന മോക്ഷം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. കാര്യം അതിൽ ആന വന്ന് താമര എടുത്ത് കൃഷ്ണന് വേണ്ടി കൃഷ്ണൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇടുന്ന ഒരു ഇതും ചതുർഭുജനായിട്ട് ഗുരുവായൂരപ്പൻ അവിടെ വരുന്നതുമായിട്ടാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പം അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് എനിക്ക് ക്യൂ ഒക്കെ മൂവ് ചെയ്ത് കൃഷ്ണൻ്റെ അടുത്തോട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയത്. അപ്പം ശരിക്കും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ചതുർഭുജനായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റിയത്. ഇതിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കാളിയമർദ്ദനം വായിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്കിതുപോലെ കാണാൻ പറ്റിയത്. അപ്പോഴും കാളിയമർദ്ദനത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് കൃഷ്ണൻ അവിടെ നിന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ്
നിറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാര്യം എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക, കൃഷ്ണൻ നമ്മളെ നോക്കുന്നുണ്ട്, കൃഷ്ണൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കപ്പോൾ വന്നത്. അപ്പം നല്ലതുപോലെ പ്രാർത്ഥിക്കുക. വേറെ നിങ്ങൾ എന്താ പറയുക, എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ പോയി പ്രാർത്ഥിക്കൽ. കൃഷ്ണനായിട്ട് നമ്മൾ ഒരു ദിവസം നമുക്ക് കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു അടുപ്പം കൂട്ടുന്ന ഒരു രീതിയിലാണ് ഞാൻ ഭജന ഇരിക്കാറ്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്ന ഒരേ ഒരു ഫീലിംഗ് പോലെയാണ് ഇപ്പം ഗുരുവായൂർ പോകുമ്പോഴും. കാര്യം അവിടെ കൃഷ്ണൻ കൃഷ്ണൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഒന്നും ഭക്ഷണം കഴിക്കാറില്ല. മലർനിവേദ്യം ഉണ്ടെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഴമോ എങ്ങാനും കഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഫുഡ് കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, അത് കഴിക്കുക. ആരോഗ്യം ഇതാക്കിയിട്ട് ഒന്നും ഭജന ഇരിക്കല്ല. കാര്യം കൃഷ്ണനും അത് ആഗ്രഹിക്കുന്നില്ല, നമുക്കും അപ്പം അത്രയും ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടില്ല. നമുക്ക് ഭജിക്കാനും കൃഷ്ണനെ മെഡിറ്റേറ്റ് ചെയ്യാനും ഉള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ആഹാരത്തിലൊന്നും അങ്ങനെ വലിയ കൺട്രോളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഉച്ചവരെ ഭജിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ടോക്കൺ നമുക്ക് കിട്ടുമല്ലോ, അത് വെച്ച് ഞാൻ പോയി ആഹാരം കഴിച്ചു. കൃഷ്ണൻ്റെ പ്രസാദം കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. അവിടെ പ്രാവശ്യം സാമ്പാറായിരുന്നു, അപ്പം അതൊക്കെ വെച്ച് കായുടെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് കഴിച്ചു. നമ്മൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാവരും ഒരേപോലെയാണ്. അപ്പം ഒരാൾ അവിടെ പോയി കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ച് വരുന്ന എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റുക എന്നുള്ളതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് അമ്പലം അടച്ച് കഴിയുമ്പോൾ നമുക്ക് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. റെസ്റ്റൊക്കെ എടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അമ്പലം തുറക്കുന്നത് എനിക്ക് തോന്നുന്നത് ശനി ഞായർ 3:30 തുറക്കും. ബാക്കി ദിവസങ്ങളിൽ 4:30 തോന്നുന്നു. അപ്പോൾ ഈ ടൈം ഒന്ന് നോക്കണേ. കാര്യം ഞാൻ ഇപ്രാവശ്യം ആ ഒരു മിസ്റ്റേക്ക് ചെയ്തു. കാര്യം ഞാൻ വിചാരിച്ചു, ഞാൻ ആരുടെ ചോദിച്ചപ്പോൾ അവരോട് 4:30 തുടങ്ങുന്നതെന്ന്. പക്ഷെ അതൊരു ശനിയാഴ്ച ആയിരുന്നു, അപ്പം 3:30 തുടങ്ങി. അപ്പോൾ ആ ശീവേലി ഞാൻ മിസ് ചെയ്തു. അല്ലെങ്കിൽ ആ തുറക്കുമ്പോൾ തന്നെയുള്ള ശീവേലിയും കണ്ട് നിങ്ങൾ ക്യൂയിൽ കയറി നിൽക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീപാരാധന തൊഴാൻ പറ്റും. അപ്പോൾ ദീപാരാധന തൊഴുക. അല്ലെങ്കിൽ ആ സമയത്ത് കൃഷ്ണൻ അവിടെ ഉണ്ടാവുക. എപ്പോഴാണ് കൃഷ്ണ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് തൊഴാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തീരെ അതിനെ കയറി അയ്യോ എനിക്ക് ദീപാരാധന വേണം, എനിക്ക് ഇത് വേണം അത് വേണം, നമുക്ക് ആഗ്രഹം കാണും. പക്ഷെ കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ്റെ മനസ്സിൽ നമുക്ക് അന്ന് നീ ഇന്ന് ഇത് തൊഴുതാൽ മതി എന്നുള്ളതാണെങ്കിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് പോയി തൊഴുക. കൂടുതൽ നേരം നിങ്ങൾ ഭജിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതേ ഉള്ളൂ പറയാൻ. കാര്യം നമുക്ക് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ജസ്റ്റ് വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല. നമ്മുടെ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ബുക്സ് കാണും, നമുക്ക് വായിക്കുക, കൃഷ്ണൻ്റെ കഥകൾ വായിക്കുക, കൃഷ്ണനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. രാത്രി ഭക്ഷണവും അവിടെ തന്നെ കിട്ടും. ഞാൻ മിക്കവാറും എനിക്ക് അങ്ങനെ ക്യൂവിൽ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ദോശ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കഴിക്കാറ്. ഒരു രാത്രിയത്തെ ശിവേലി കാണുക, അത് അവിടെ പോയി ശിവേലിയും കണ്ട് അവിടുത്തെ വിളക്കൊക്കെ കത്തിച്ച് അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. ആ വിളക്കൊക്കെ കത്തിച്ച് കൃഷ്ണൻ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നതും അതൊരു ഭയങ്കര കാഴ്ചയാണ്. ഒരു രാജാവിനെ പോലെ കൃഷ്ണൻ വരുന്നതും കൃഷ്ണനെ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫുള്ള് നിന്ന് തൊഴുക. അത് കഴിയുമ്പോൾ തന്നെ 11 മണിയൊക്കെ ആവും. തൃപ്പുക അതൊക്കെ തൊഴുക. അവിടെ നെയ്യ് കിട്ടും. നെയ്യ് കിട്ടാൻ നിങ്ങൾ തുലാഭാരം നടക്കണതിൻ്റെ ആ സൈഡിലായിട്ട് പോയി ക്യൂ നിന്നാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞോടെ നെയ്യ് കിട്ടും. ശീവേലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നെയ്യ് കിട്ടും. ആ നെയ്യ് കഴിക്കുക. എന്നിട്ട് എല്ലാത്തിനും കൃഷ്ണനോട് നന്ദി പറഞ്ഞ് കൃഷ്ണനാട്ടം കാണണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയേർഡാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. എന്നിട്ട് ഞാൻ ഹോട്ടലിൽ വന്ന് കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഞാൻ പോയി ഒന്ന് കൃഷ്ണനെ കണ്ട് മമ്മിയൊരു തൊഴും. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഭജന ഇരിക്കാൻ പോകുമ്പോൾ ഞാൻ വേറെ അമ്പലങ്ങളും അതൊന്നും കഴിവതും ക്ലബ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് മമ്മിയൂർ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ.
കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഫുൾ ദിവസം എനിക്ക് വേറെ ഒന്നും എനിക്ക് കാണണ്ട, വേറെ ഒരു ദൈവത്തിനെയും അങ്ങനെ കാണണമെന്നല്ല, എനിക്ക് കൃഷ്ണനെ മാത്രം കണ്ടാൽ മതി. പിന്നെ ഞാൻ ചിലപ്പോൾ ഇപ്രാവശ്യം ഞാൻ വൈകിട്ട് പോയി ഭഗവതിയുടെ അവിടെ പോയിരുന്നു കുറച്ച് നേരം ലളിതാ സഹസ്രനാമമൊക്കെ വായിച്ചു. വേണമെങ്കിൽ എനിക്ക് അതൊക്കെ ചെയ്യാം. അത് നല്ലതല്ലേ, ലളിതാ സഹസ്രനാമം വായിക്കുന്നത് നല്ലതല്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഭജന ഇരിക്കാറുള്ളത്. വേറെ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നുമില്ല. നിങ്ങൾ മാക്സിമം അമ്പലത്തിൽ തന്നെ ഇരിക്കുക, കൃഷ്ണനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക, കൃഷ്ണനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണന് വേണ്ടി ഒരു ദിവസം നമ്മൾ ഒരു ഫ്രണ്ട് ഇപ്പം US നിന്ന് വന്നാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയി നമ്മൾ ഫുൾ ഡേ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കില്ല. അതുപോലെ നമ്മുടെ ഫ്രണ്ട്, നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആൾ, നമുക്ക് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണൻ. ആ ഒരു രീതിയിൽ നമുക്ക് കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ആ സിറ്റുവേഷൻ മാറ്റി തരുന്നല്ല, കൃഷ്ണൻ അതിനുള്ള ധൈര്യം തരും, നമുക്ക് അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം തരും. നമ്മൾ കറക്റ്റ് പാത്തിൽ കൂടെ പോകാനുള്ള, കറക്റ്റ് ഡിസിഷൻ എടുക്കാനും കറക്റ്റായിട്ട് നമുക്ക് ജീവിതത്തിൽ ഓരോന്നും ചെയ്യാനുമുള്ള ധൈര്യം തരും. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൃഷ്ണഭക്തനാണ്, ഭക്തയാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഭജനയിരിക്കണം എന്നുള്ളത് ഒരു നല്ലൊരു അനുഭവമാണ്. അത് മിസ് ചെയ്യല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേര് ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും കുറേ അപ്ഡേറ്റ്സ് ഗുരുവായൂരിനെ കുറിച്ചോ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.